പതിറ്റാണ്ടിലധികമായി മാതൃഭൂമി പത്രവിതരണം നടത്തുന്ന തൃശ്ശൂരിലെ റപ്പായേട്ടൻ. ആ റപ്പായേട്ടനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഓസ്ട്രേലിയയിൽ നടന്ന ദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം റപ്പായേട്ടനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിക്ക് ലഭിച്ചിരിക്കുകയാണ്. റപ്പായേട്ട വളരെ സന്തോഷത്തിലാണല്ലേ? വളരെ സന്തോഷമാണ്. ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചിരുന്നിട്ടില്ല, ഒരു നിലയ്ക്കും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കുടുംബം പ്രതീക്ഷിച്ചിട്ടില്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിലയിൽ അവർ നമ്മളെത്തിച്ചു, മഹാദേവനും പിന്നെ മറ്റേ രവിയും. ഇത് പത്രവിതരണം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടി പിടിച്ചൊരു ജോലിയാണ്. ഒരു ദിവസം പോലും മുടക്കില്ല എന്നല്ല. നമ്മുടെ 7 ദിവസം 8 ദിവസമാണ് കൊല്ലത്തിലെ ഒരു മുടക്ക് കിട്ടുന്നത്. ഈ പത്രം വായിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വരുന്ന അനുഭവമായ ഈ ലഹരിയിൽ നിന്ന് കിട്ടുന്ന പുലുവാല് പിടിക്കുന്ന പത്രം വായിച്ച് നല്ല കാര്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാലും അവൻ ഇതിൽ നിന്നുണ്ടാകുന്ന പുലുവാലികൾ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാലും ഈ ലഹരി കഴിക്കാനായിട്ട് അവർ പോവില്ല. ആ ഡോക്യുമെൻ്ററി വലിയ തോതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഷൂട്ടിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ കരുതിയിരുന്നോ ഇങ്ങനെ? അങ്ങനത്തെ ഷൂട്ടിങ്ങിൽ അവർ വന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളിങ്ങനെ ഉണ്ടാവുന്നോ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ അതെടുത്തെങ്കിലും വന്നെങ്കിലും അതിനൊക്കെ പത്രത്തിൽ പരസ്യം ഇത് ചെയ്യാനും കാര്യങ്ങളെല്ലാം ചെയ്യാനും ഏറ്റവും അധികം മുന്നിൽ നിന്നതും പ്രവർത്തിച്ചതും ആളുടെ മാനേജറുടെ പ്രത്യേക കാര്യം കൊണ്ടാണ് നടന്നിട്ടുള്ളത്. ആള് ഉത്സാഹിച്ചില്ലെങ്കിൽ കാര്യം ഇത് ആരോ ലോകം അറിയില്ലേ. റപ്പായേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ചു. റപ്പായേട്ടന് ശേഷം പത്രവിതരണം നടത്തുന്ന മകനാണ്. അപ്പോൾ ഇങ്ങനൊരു ഡോക്യുമെന്ററി അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? 1-2 ഷോട്ട് എടുക്കാൻ അവർ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു. പത്രം ഒതുക്കണതും പോണതൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടവർ വന്നിരുന്നു. അപ്പോൾ നമ്മളിത് കേരളത്തിൽ മാത്രം പ്രദർശിപ്പിക്കാവുന്ന രീതിയിലും ഡോക്യുമെന്ററി വിചാരിച്ചാൽ ഇതിപ്പോൾ അന്തർദേശീയ തലത്തിലേക്ക് ഇത് അവിടെ ഇതിന് മികച്ചൊരു അവാർഡുള്ള ഒരു പുരസ്കാരം ഇതിന് ലഭിക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. മാതൃഭൂമിയുടെ 100ാം വാർഷികത്തിനാണ് എനിക്ക് 50ാം വർഷം ഞാൻ മാതൃഭൂമി കൊണ്ടുവന്നിട്ട് എനിക്കും സമ്മാനം അന്ന് തന്നു. മാതൃഭൂമിയിൽ നിന്നും ഉള്ള പത്രത്തിൻ്റെ പ്രത്യേക വരുമാന മാർഗം കൊണ്ടാണ് എനിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിറന്നാളും ഒരേ ദിവസം തന്നെയാണ്. എൻ്റെ പിറന്നാളും മാതൃഭൂമിയുടെ പിറന്നാളും ഒരേ ദിവസമാണ്. അതിനൊരു വളരെ വളരെ പ്രാധാന്യം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അതേ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഡോക്യുമെൻ്ററിയുടെ സംവിധായകനും ഇത് ചിത്രീകരിച്ച ഛായാഗ്രാഹകനും ഉൾപ്പെടെയുള്ളവരും. C.A. Rappai is a symbol for all times to come. C.A. Rappai is the person who has touched our lives very closely, and yet we haven't come in touch with him. That is the reason I decided to make this documentary, The Man Who Hurls News. We are delighted to see that the world has accepted this very emotional journey of a man who has been there all our lives and yet remained invisible. താങ്കളുടെ ഒരു ചിത്രം എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തിന്റെ പിന്നിൽ ഒരു കഥ എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാൽ ആ ചിത്രം പൂർത്തിയാകും. അപ്പോൾ ഈ ചിത്രത്തിന്റെ പിന്നിലെ കഥ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു വളരെ പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണല്ലോ. 60 വർഷത്തിന് മുകളിലായി, അതും ഇത്രയും കാഠിന്യം കൂടിയ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ശാരീരിക ക്ലേശങ്ങൾ വകവെക്കാതെ, ഇത്രയും ദൂരം സൈക്കിൾ ഔട്ടെന്ന് വകവെക്കാതെ, മഴ വെയിൽ ഹോളിഡേയ്സ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ദ മാൻ ഹൂ ഹോൾസ് ന്യൂസ് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്ററി ഇതിനോടകം തന്നെ ഈ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അതെല്ലാം സഞ്ചരിച്ച് ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് റപ്പായേട്ടനും അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.